ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. ഇന്നത്തെ ഗോസ്പല് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യഹൂദരും യേശുവും തമ്മിലുള്ള അവസാനത്തെ വാക്കുതർക്കമാണ്. യേശുവിനോട് അവർ ചോദിക്കുന്നത്, നീ വരാനിരിക്കുന്ന മിശിഹയാണെങ്കിൽ ഞങ്ങളോട് തുറന്നു പറ. ഇതാണ് അവരുടെ ചോദ്യം. അത് പ്രതിഷ്ഠയുടെ തിരുനാൾ ദിവസമാണ്. ഈ പ്രതിഷ്ഠയുടെ തിരുനാൾ ദിവസം യേശു ദേവാലയത്തിലാണ്. സോളമൻ്റെ മണ്ഡപത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. യേശുവിൻ്റെ ഒരു പ്രത്യേകത, ജനനം കൊണ്ട് യേശു യഹൂദനാണ്. ആ യഹൂദനായിരിക്കെ തന്നെ യേശു ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ പങ്കെടുത്തു. ദേവാലയ കാര്യങ്ങൾ ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല. ഒരു പ്രതിഷ്ഠയുടെ തിരുനാൾ ദിവസം ദേവാലയത്തിലായിരിക്കണമെന്നും ദേവാലയ ആരാധനയിലൊക്കെ പങ്കെടുക്കണമെന്നും വളരെ കൃത്യമായിട്ട് യേശുവിന് അറിയാം. അത് കുഞ്ഞുനാൾ മുതൽ അമ്മ പഠിപ്പിച്ചു കൊടുത്ത പാഠമായിരിക്കണം. യേശുവിനോട് യഹൂദരുടെ ഈ ചോദ്യം, നീ മിശിഹായാണെങ്കിൽ ഞങ്ങളോട് നീ തുറന്ന് പറയണം. യേശു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇത് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് യേശു പറയുന്ന വാക്കുകൾ, ഞാനും പിതാവും ഒന്നാണ്, എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. ഇങ്ങനെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്രിസ്തു കുറച്ചും കൂടി വ്യക്തമാക്കുന്നത്. നമ്മളൊക്കെ എന്തുകൊണ്ട് പള്ളിയിൽ പോകണമെന്നും എന്തുകൊണ്ട് ദേവാലയ കാര്യങ്ങൾക്ക് കൂടുതൽ ആത്മാർത്ഥത കാണിക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അങ്ങനെയുള്ളവരുടെ ചിന്തകളൊക്കെ ദൈവിക ചിന്തകളായിരിക്കും. അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ അത് ഉന്നതങ്ങളിലെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും.